والصلاة والسلام على سيد المرسلين وعلى آله وأصحابه وأتباعه أجمعين أما بعد. عن جابر رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم إذا قضى أحدكم صلاته في مسجده فليجعل لبيته نصيبا من صلاته فإن الله جاعل في بيته من صلاته خيرا أو كما قال عليه الصلاة والسلام. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരം സ്വീകരിക്കുമാറാവട്ടെ. രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു പരിപൂർണ ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും സ്വർഗവും പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിങ്ങളിൽ ആരെങ്കിലും മസ്ജിദിൽ വെച്ച് തന്റെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നമസ്കാരത്തിന്റെ ഒരു വിഹിതം തന്റെ വീട്ടിൽ വെച്ച് നിർവഹിച്ചു കൊള്ളട്ടെ. നിശ്ചയം അല്ലാഹു അവന്റെ നമസ്കാരം കാരണം അവന്റെ വീട്ടിൽ നന്മയുണ്ടാക്കുന്നതാണ്. വളരെ ശ്രദ്ധ പുലർത്തേണ്ട ഒരു ഹദീസാണ്. നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിൽ വെച്ച് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ആ നമസ്കാരത്തിന്റെ ഒരു വിഹിതം വീട്ടിലും നമസ്കരിച്ചു കൊള്ളട്ടെ. ഫർള് പള്ളിയിൽ നമസ്കരിക്കണം, പുരുഷന്മാർ നിർബന്ധമായി മസ്റ്റായി പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കണം. അത് കഴിഞ്ഞാൽ അതിന്റെ ഒരു വിഹിതം വീട്ടിൽ നമസ്കരിച്ചു കൊള്ളട്ടെ. സുന്നത്തായ നമസ്കാരങ്ങൾ കൊണ്ട് വീട് അലങ്കരിക്കണം, സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് വീട് ഭംഗിയാക്കണം. അങ്ങനെ സുന്നത്തുകൾ വീട്ടിൽ നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരം കാരണം അവന്റെ വീട്ടിൽ നന്മയുണ്ടാകും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളിൽ എത്ര ആളുകൾ, ഞാൻ ഉൾപ്പെടെ, നമ്മൾ എത്ര ആളുകൾ വീട്ടിൽ നമസ്കരിക്കാറുണ്ട്? വളരെ അപൂർവം ചില സന്ദർഭങ്ങളിൽ മാത്രം നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നമസ്കരിക്കും. അത് ഫർളായില്ല. സുന്നത്തുകൾ വീട്ടിലാക്കണം എന്നാണ് പറഞ്ഞത്. അതിലൂടെ നിങ്ങളുടെ വീട്ടിലും നന്മയുണ്ടാകും. സ്ത്രീകൾ വീട്ടിൽ നമസ്കരിക്കും, ശരിയാണ്. ഇത് പറഞ്ഞത് പുരുഷന്മാരെ കുറിച്ചാണ്. സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ നമസ്കരിക്കുക. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ നമസ്കാരങ്ങളുടെയും സുന്നത്ത് വീട്ടിൽ നമസ്കരിക്കാൻ എന്തായാലും നടക്കൂല. യാത്രയിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലും കടയിലും നമ്മൾ അവിടെ നിന്ന് ഓടി പള്ളിയിലേക്ക് ബാങ്ക് കേൾക്കുമ്പോൾ നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്ന ഒരു നമസ്കാരം സുബഹിയുടെ സുന്നത്ത് വീട്ടിലാക്കാം. വീട്ടിൽ നിന്ന് ഒന്നും ചെയ്ത് വീട്ടിൽ തന്നെ 2 റക്അത്ത് നമസ്കരിച്ച് പള്ളിയിലേക്ക് വരുന്നതിന് ആർക്കും യാതൊരു തടസ്സവും തഹജ്ജുദ് വീട്ടിലാക്കുക. അപ്പൊ അങ്ങനെ നമസ്കരിച്ചാലുള്ള നേട്ടമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വീട്ടിൽ നന്മയുണ്ടാകാനുള്ള ഒരു വഴിയാണ്. കഴിയുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. പലപ്പോഴും നമ്മുടെ വീട്ടിൽ നമുക്ക് പോലും അറിയാൻ പാടില്ലാത്ത പല അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ വീട്ടിൽ ഇബാദത്തുകൾ നടക്കണം, ഖുർആൻ ഓതൽ നടക്കണം, വീട്ടിൽ ദിക്റുകൾ ചൊല്ലണം, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. വീടുകളെ, നമ്മുടെ സ്വന്തം വീടുകളെ നമ്മൾ തന്നെയാണ് ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കേണ്ടത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പ്രത്യേകം ഉണർത്തുകയുണ്ടായി, ലാ തജഅലു ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ കബറിടം ആക്കരുത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് സജീവമാക്കുക എന്നാണ്. അപ്പൊ ഈ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. സുന്നത്ത് നമസ്കാരങ്ങളിൽ എല്ലാം പറ്റൂല നമുക്ക്. ഏത് സുബഹിയുടെ സുന്നത്ത് മസ്റ്റായിട്ട് നമുക്ക് നമസ്കരിക്കാൻ പറ്റും. അതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ വളരെ ഖൈർ നമ്മുടെ ജീവിതത്തിലും പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലും ഉണ്ടാവും. അല്ലാഹുവിന്റെ സ്മരണയില്ലാത്ത വീടുകളിൽ ശൈത്താൻ പതീനിക്കും എന്നെല്ലാം ഹദീസുകളിൽ വരുന്നത്. ശൈത്താനെ ഓടിക്കാനുള്ള ഒരു വഴിയും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും റാഹത്തും സമാധാനവും ഒക്കെ കടന്നു വരുന്നതിന് വേണ്ടി
ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അള്ളാഹു മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.